അസ്സലാമു അലൈക്കും. എന്താടോ നെഷ്വ, എന്താ നെച്ചു ഇത്? കരിയാതെടോ, ഞാനൊന്ന് പറയട്ടെ. അവൻ അവളെ സമാധാനിപ്പിച്ചു. ആദ്യം ആ കണ്ണ് തുടക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അവൻ പറഞ്ഞതും നെഷ്വ തട്ടത്തിൻ്റെ തുമ്പാൽ മുഖം അമർത്തി തുടച്ചു. ഷിബിലി അവളുടെ വിരൽത്തുമ്പിൽ പിടിച്ച് ബെഡിലേക്കിരുത്തി. അവൾക്ക് അഭിമുഖമായി അവനും ഇരുന്നു. നെഷ്വയ്ക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? അവൻ്റെ ചോദ്യം കേട്ട് നെഷ്വ കലങ്ങിയ ചുവന്ന കണ്ണുകളുയർത്തി അവൻ്റെ നേരെ നോക്കി. കൂർപ്പിച്ചൊരു നോട്ടം. വയസ്സ് കുറവാണെന്ന് പറഞ്ഞ് എന്നെ കൊച്ചാക്കി ഒഴിവാക്കുവാണല്ലേ എന്നൊരു ഭാവമായിരുന്നു ആ മുഖത്ത്. പറ മോളെ, നീ എന്താ പറയാതിരിക്കുന്നത്? നിനക്കിപ്പോൾ എത്ര വയസ്സായി? അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു സഹോദരൻ്റെ വാത്സല്യമാണെന്ന് അപ്പോഴും നെഷ്വയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതെന്തേ? എനിക്ക് 18. അവൾ മുഖം കുനിച്ച് പതിഞ്ഞൊരു ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് എത്രയായിരുന്നു നിനക്കറിയോ? 28. പറഞ്ഞു വരുമ്പോൾ നിന്നേക്കാളും 10 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. അവൻ ചിരിച്ചു. അതിനെന്താ? എല്ലാവരും ഒരേ പ്രായത്തിലുള്ളവരെ മാത്രമാണോ വിവാഹം കഴിക്കുന്നത്? വയസ്സ് വെറും ഒരു നമ്പർ മാത്രമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം, നെഷ്വ കനപ്പിച്ച് പറഞ്ഞു. ഷിബിലി അവളെ നോക്കി ചിരിച്ചു. നെച്ചൂസിനെ അറിയോ ഒരു കാര്യം? ഞാൻ പറയാം. ഞാൻ ചെറുതാവുമ്പോഴേ എനിക്കൊരു കുഞ്ഞു പെങ്ങളുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ഉമ്മയോട് ഞാൻ എപ്പോഴും വാശി കാണിക്കും. ഉമ്മ പറയും ഇത്താത്തയെ നിൻ്റെ പെങ്ങൾ തന്നെയാടാ എന്ന്. പക്ഷേ സാബിത്ത് എന്നേക്കാളും ഒരുപാട് വലുതായിരുന്നില്ലേ. ഇത്തെൻ്റെ കൂടെ കളിക്കാനോ കൂടാനോ ഒന്നും വരൂല. ഇഷാമും നിസാമും ലിബയെ കളിപ്പിക്കുന്നതും മദ്രസയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കുഞ്ഞിപ്പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. വലുതായപ്പോൾ പിന്നെ അങ്ങ് മാറി. പിന്നീട് എപ്പോഴോ അലിക്ക ഷോപ്പിൽ വെച്ച് മിടുക്കി കുട്ടിയായ നിഷ്വയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ വീണ്ടും ആ പഴയ മോഹം എനിക്ക് തലപൊക്കി തുടങ്ങി. തന്നെ ഞാനെൻ്റെ പെങ്ങളായി മനസ്സുകൊണ്ട് അന്നേ ദത്തെടുത്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ നാഥൻ അലിക്ക പോയപ്പോൾ നിന്നെ ഈ ആങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചത്. പെരുന്നാളിന് ഉടുക്കാൻ പുത്തനുടുപ്പുകളും പഠിക്കാൻ പുസ്തകങ്ങളുമെല്ലാം അലിക്കയുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നത് എൻ്റെ അനിയത്തിക്കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. ഏതെങ്കിലും ആങ്ങളെ പെങ്ങളെ വിവാഹം കഴിക്കുമോ നെച്ചൂസേ? നീ ഒന്ന് പറ, ഒന്ന് ആലോചിച്ചിട്ട് പറ. ഇല്ലല്ലോ. അവൻ ചുണ്ടിലെ ചിരിമായാതെ എത്ര ശാന്തമായാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നീ പഠിക്കാൻ മിടുക്കുകയാണെന്ന് ഉപ്പ പറഞ്ഞ് എനിക്കറിയാം. വേണ്ടാത്ത ചിന്തയൊക്കെ കളഞ്ഞ് എൻ്റെ മോള് പഠിക്കാൻ നോക്കിട്ടോ. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായിട്ടേ ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിടൂ. സമയമായാലേ ഇക്ക തന്നെ മോൾക്ക് ചേർച്ചയുള്ളൊരു മാരനെ കണ്ടെത്തും. ഒരു ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ കൈപ്പിടിച്ച് കൊടുക്കുകയും ചെയ്യും. അതുവരെ എൻ്റെ മോളെ മറ്റൊന്നും ആലോചിച്ച് ഈ കുഞ്ഞു മനസ്സ് വിഷമിപ്പിക്കരുതിട്ടോ. നിഷ്വ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യം ഇപ്പോൾ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനസ്സിനെത്തിയ മുറിവ് ഇപ്പോഴും നീറുന്നുണ്ടെങ്കിലും നിഷ്വ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ നെച്ചൂസേ. ഷിബിക്ക ഇനിയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് റസിയയായിരിക്കും. ഒരിക്കൽ എൻ്റെ പേരും പറഞ്ഞ് അവളുടെ ഭർത്താവ് അവളെ വേദനിപ്പിച്ചത്, രാത്രി വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്. അന്ന് അവളുടെ കൈ പിടിക്കുമ്പോൾ ആരോഗ്യമില്ലാത്തൊരു പെണ്ണിന് സംരക്ഷണം നൽകുകയെന്ന് മാത്രമായിരുന്നു ഉദ്ദേശമെങ്കിലും ഇന്നെനിക്ക് അവളോട് പ്രണയമാണ്. ഇനി മറ്റൊരാളോടും തോന്നാത്ത അത്രയും പ്രണയം, ഒരിക്കലും ഉറവ പറ്റാത്ത പ്രണയം. അവൻ്റെ വാക്കുകളിൽ നിന്ന് നെഷ്വ മനസ്സിലാക്കിയായിരുന്നു ഷിബിലിയുടെ ഹൃദയത്തിൽ റസിയയ്ക്കുള്ള സ്ഥാനം. താൻ എത്രമാത്രം പരിശ്രമിച്ചാലും തനിക്ക് ഷിബിക്കയെ നേടാൻ കഴിയില്ലെന്ന് അവൾ അടിവരയിട്ട് ഉറപ്പിക്കുകകൂടിയായിരുന്നു. ഞാൻ നെച്ചൂസിൻ്റെ ഇക്കാക്കയാണെങ്കിലേ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന റസിയ തൻ്റെ ഇത്താത്തയാണെന്ന് ഓർമ്മ വേണട്ടോ. ഇതിൻ്റെ പേരിൽ അവളോട് ദേഷ്യം കാണിക്കരുത്. എൻ്റെ റസിയ ഒരു പാവാണ്. അതുകൊണ്ടാണല്ലോ നിൻ്റെ കണ്ണുനീര് കണ്ട് എന്നെ തനിക്ക് വിട്ടു നൽകാൻ തയ്യാറായത്. പൊട്ടി പെണ്ണാണ്. നിനക്കവളെ അറിയാഞ്ഞിട്ടാണ്. നിൻ്റെ സങ്കടം കണ്ടാൽ അവളുടെ കണ്ണു നിറയും. നിനക്ക് വേണ്ടി അവൾ അവളുടെ ജീവൻ വരെ തന്നേക്കും. റസിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പുന്ന പ്രണയത്തിലേക്ക് നിഷ്വ കൗതുകത്തോടെ നോക്കി. താൻ വാ, പട്ടിണി കിടന്നാലേ ഒരു പ്രാവിൻ്റെ ഇറച്ചി കുറയുന്ന ആകെ ഒരു പ്രാവിനോടേ ഉള്ളൂ. ഇനി ഞാൻ ബോറാവട്ടെ പെണ്ണേ. അവൻ അവളുടെ കൈ പിടിച്ച് എണീപ്പിച്ചു. വാശി കാണിക്കാതെ നിഷ്വ അവനൊപ്പം നടന്നു. അപ്പോഴും ഹൃദയത്തിലെ മുറിവിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ചില മുറിവുകൾ അങ്ങനെയാണ്, ഉണങ്ങാൻ ഒത്തിരി സമയമെടുക്കും. ഷിബിക്കയും റസിയും തമ്മിലുള്ള പ്രണയം കണ്ടും കേട്ടും നീറി ഒടുവിൽ ആ മുറി ഉണങ്ങുമായിരിക്കും. നിഷ്വയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഷിബിലയെ റസിയെ കണ്ടു. ആ,
ഇനി ഞാൻ നശ്വയെ കെട്ടിക്കോളാട്ടോ. അവൾ എന്തായാലും എന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. നേരത്തെ ഷിബിലി പറഞ്ഞ കടുത്ത വാക്കുകൾ മനസ്സിലേക്ക് തികട്ടി വന്നതും റസിയ മുഖം കുനിച്ചു. അവൻ തൻ്റെ തൊട്ടടുത്ത ചെയറിൽ വന്നിരുന്നത് അറിഞ്ഞതും റസിയ മുഖമുയർത്തി അവനെ നോക്കി. അവിടെയാണെങ്കിലോ ഒടുക്കത്ത് ഗൗരവം തന്നെ. അറിയാതെ പോലും ഒരു നോട്ടം പോലും റസിയയുടെ നേരെ വീഴുന്നില്ല. റസിയ അവന് വിളമ്പാൻ വേണ്ടി ഒരുങ്ങിയതും ഷിബിലി അവളെ തടഞ്ഞു. വേണ്ട, എനിക്കുള്ളത് വിളമ്പാനേ, എനിക്ക് ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. അവൻ കലിയോടെ പറഞ്ഞതും റസിയയ്ക്ക് വല്ലാതെയായി. നിറഞ്ഞ മിഴികളോടെ റസിയ അവിടെയുള്ളവരെയൊക്കെ നോക്കി. ഷിബിലി ആദ്യം അവനുള്ളത് വിളമ്പി, പിന്നെ നിഷ്വക്കും. കഴിക്കിനെച്ചു. വാത്സല്യത്തോടെ നിഷ്വയെ പറയുന്നവനെ കേട്ടപ്പോൾ റസിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഭക്ഷണത്തിലേക്ക് വീണു. എന്നോട് മാത്രമേ ഉള്ളൂ ദേഷ്യം. അവളുടെ നെഞ്ചിലൊരു കരച്ചിൽ ചിറകടിച്ചുയർന്നു. സാബിറയും നശ്വയുമെല്ലാം അമ്പരപ്പോടെ ഷിബിലിയുടെ മുഖത്തേക്ക് നോക്കിയാണ്. ഈ മനുഷ്യനല്ലേ ഇത്രയും നേരം റസിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നത്, എന്നിട്ടിപ്പോൾ വഴക്ക് പറയുന്നോ? നശ്വ ഷിബിലിയെ മിഴിച്ചു നോക്കിയതും ഷിബിലി അവളെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. സാബിറ ഷിബിലിയെ കണ്ണുകൊണ്ട് വഴക്ക് പറഞ്ഞു. ഷിബിലി ദേഷ്യപ്പെട്ടത് കൊണ്ടാവും റസിയയ്ക്ക് ഒരു വറ്റുപോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. പാടുപെട്ട് ഇറക്കുന്ന ഭക്ഷണത്തിൽ കയ്പുനീര് കലരുന്നുണ്ടായിരുന്നു. ഇനിയും ഇവിടെ ഇരുന്നാൽ താൻ കരഞ്ഞു പോകുമെന്ന് ഭയന്നാവും റസിയ മതിയാക്കി എഴുന്നേറ്റത്. അല്ല, എങ്ങോട്ടാ? ഉടനെ അവൻ്റെ കനത്ത നോട്ടവും ചോദ്യവും അവളുടെ നേരെ എത്തി. റസിയ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഷിബിലിയുടെ ഹൃദയത്തിനാഴത്തിലേക്ക് ആ നോട്ടം ഇറങ്ങിപ്പോയി. അവിടെ ഒരു പിടപ്പുണ്ടായില്ലെങ്കിലും അവൻ ഗൗരവം വിടാതെ അവളെ നോക്കി. അവൻ ദേഷ്യം നിറഞ്ഞ നോട്ടത്തിൽ റസിയ മുഖം കുനിച്ചു കളഞ്ഞു. പിന്നെ ഭക്ഷണം വേസ്റ്റാക്കാനൊന്നും ഇവിടെ പറ്റില്ല. ഇവിടെ ഇരുന്ന് ബാക്കി കൂടി കഴിച്ചിട്ട് പോയാൽ മതി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും വിതുമ്പൽ നെഞ്ചിൽ അടക്കി റസിയ അവിടെ തന്നെ ഇരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് സാബിറക്ക് വല്ലാതായി. മതിയെങ്കിലും നീ പൊയ്ക്കോ റസിയ, അവനൊന്നും പറയില്ല. സാബിറ റസിയോട് പറഞ്ഞു. അത് ഇത്തിയാണോ തീരുമാനിക്കുന്നത്? അവളത് മുഴുവൻ കഴിച്ചിട്ടേ പോവും. അവളോട് ഡോക്ടർ പറഞ്ഞത് ഇത്രയും കേട്ടതല്ലേ. ഗർഭിണികൾ പട്ടിണി കിടക്കുമ്പോൾ വയറ്റിലുള്ള കുഞ്ഞിനെ കൂടിയാണ് ബാധിക്കുന്നത്. അതും പറഞ്ഞ് ഷിബിലി ഒരു തവി ചോറ് കൂടെ അവളെ പ്ലേറ്റിലേക്കിട്ടു. ഇതിവിടെ കഴിക്കണം. അവൻ കൃത്രിമ ഗൗരവത്തോടെ പറഞ്ഞു. ഗർഭിണിയോ? നശ്വ റസിയെ സംശയത്തോടെ നോക്കി. റസിയെക്കുറിച്ച് കാര്യമായൊന്നും അന്വേഷിക്കാത്ത നശ്വയ്ക്ക് ആ നിമിഷം റസിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നി. തേങ്ങലടുക്കി കഷ്ടപ്പെട്ട് നുള്ളിപ്പെറുക്കി കഴിക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ ഉള്ളലിവ് തോന്നുന്നുണ്ടെങ്കിലും താഴ്ന്നു കൊടുത്താൽ അവിടുന്ന് ഭക്ഷണത്തോട് പിണക്കം കാണിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഷിബിലി ഗൗരവം വിടാതെ റസിയെ നോക്കിയിരുന്നു. സാബിറ തന്നെ നോക്കി മിഴിയിരുട്ടുന്നത് അവൻ കണ്ടില്ലെന്ന് നടിച്ചു. അവൻ കൃത്രിമ ദേഷ്യമാണ് റസിയോട് കാണിക്കുന്നതെന്ന് മനസ്സിലായെങ്കിലും സങ്കടം കടിച്ചൊതുക്കി കഴിക്കുന്ന റസി എന്ന പാവം പെണ്ണിനോട് നിഷ്വയ്ക്കും വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി. കഴിച്ചു കഴിഞ്ഞ് റസിയ ഷിബിലിയുടെ മുഖത്തേക്ക് നോക്കി. അത്രയും സമയം അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നവൻ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. അവഗണന വീണ്ടും അവളുടെ ഹൃദയത്തിൽ കൂർത്ത മുള്ളുകളായി തുളച്ചു കയറി. എന്തൊരു വേദനയാണ്. റസിയെ കഴിച്ചു തീർന്ന പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കിയിരിക്കുമ്പോൾ ഷിബിലിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയുണ്ടായി. നീ എന്തൊരു ദുഷ്ടനാണ് ഷിബി. ആ പാവത്തിനോട് വെറുതെ ദേഷ്യപ്പെട്ടിട്ട് ചിരിക്കുന്നത് കണ്ടില്ലേ? അതിനെ കരയിച്ചിട്ട് നിനക്കെന്ത് സുഖമാണ് കിട്ടുന്നത്? സാബിറ ദേഷ്യത്തോടെ അനിയനെ നോക്കി. ഞാൻ ദേഷ്യപ്പെട്ടതിൻ്റെ കാരണം അവൾക്കറിയാം. ഇനി അതുപോലെ ചിന്തിക്കാതിരിക്കാനേ ചെറിയൊരു ഡോസ് കൊടുത്തതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു കുഞ്ഞു പിണക്കം നല്ലതാണ് ഇത്താത്ത. അതിനുമുണ്ട് ഒരു സുഖം, അല്ലേ മോളൂട്ടി? അവൻ ഇടതു കൈയിലെ വിരൽ കൊണ്ട് മോളൂട്ടിയുടെ കവളിൽ നിന്ന് തട്ടി. പോ മിണ്ടൂല, എൻ്റെ മേമിയെ കരയിച്ചില്ലേ? മോളൂട്ടിയും അബ്ബയൊരു പിണക്കാ. മോളൂട്ടി കവളി വീർപ്പിച്ച് കള്ളപ്പിണക്കം നടിച്ച് മുഖം തിരിച്ച് ഗമയിൽ ഇരിപ്പായി. അമ്പടി കള്ളി, നീ നിൻ്റെ മേമിൻ്റെ ഭാഗം ചേർന്നല്ലേ? അപ്പോൾ നിനക്ക് അബ്ബയെ വേണ്ട. ആയിക്കോട്ടെ, ഇനി അബ്ബ കൊണ്ടുവരുന്ന ചോക്ലേറ്റ് മുഴുവനും ഞാൻ നെച്ചുവിന് കൊടുത്തോളാം. അവൻ പരിഭവിച്ചതോടെ മോളൂട്ടി ആകെ അങ്കലാപ്പിലായി. അവളുടെ അബ്ബ പിണങ്ങുന്നത് മാത്രം അവൾക്ക് സഹിക്കൂല. അബ്ബ മേമിയെ വക്ക് പഞ്ഞിന്നല്ലേ മോളൂട്ടി പിങ്ങിയത്? മോളൂട്ടി ചുണ്ടു പിളർത്തി. അബ്ബ പോയി മേമിയോട് ചോദ്യ പതാ, എങ്കിലേ മോളൂട്ടി അബ്ബയോട് കൂട്ടുള്ളൂ. കുഞ്ഞിപ്പെണ്ണ് കടുപ്പിച്ച് പറഞ്ഞു. ശരി, എൻ്റെ മോളൂട്ടി പറഞ്ഞാൽ അനുസരിക്കാതെ വയ്യല്ലോ. അതുകൊണ്ട് മാത്രം അബ്ബ നിൻ്റെ മേമിയോട് സോറി പറഞ്ഞോളാട്ടോ. എന്തേ? അവൻ കുസൃതിയോടെ പറഞ്ഞതും മോളൂട്ടി പുഞ്ചിരിച്ചു. മതി. സന്തോഷത്തോടെ മോളൂട്ടി തലയാട്ടി. നിസാമിനെ വൈകുന്നേരമാണ് ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയത്.
4 ദിവസം കൂടി ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കഞ്ഞി കോരി വായിലേക്ക് ഒഴിച്ച് അവനെ കുടിപ്പിക്കുമ്പോഴും നബീസുമ്മ അവനോടൊന്നും സംസാരിച്ചില്ല. എന്തിനെ, അവൻ്റെ മുഖത്തൊരു കരുണയുടെ നോട്ടം പോലും പാറി വീഴാതിരിക്കാൻ ആ ഉമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. കൊടും പാപിയായ തൻ്റെ മകനോടുള്ള സ്നേഹത്താളും സഹദേവത്തെക്കാളും ആ ഉമ്മയുടെ ഹൃദയം കീഴടക്കിയത് അവൻ കാരണം വേദനിച്ചൊരു പെൺകുട്ടിയുടെ കണ്ണുനീര് തന്നെയായിരുന്നു. ഇനിയും 7 ജന്മങ്ങൾ ഈ ഭൂമിയിൽ നരകതുല്യം ജീവിച്ചു തീർത്താലും ആ പെണ്ണിൻ്റെ കണ്ണുനീരിൻ്റെ ശാപം കറ പോലെ അവൻ്റെ ദേഹത്തോട് ഒട്ടിയിരിക്കുമെന്നും അവൻ്റെ സ്വസ്ഥത കളയുമെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ പെറ്റുമ്മ. ഉമ്മയുടെ മൗനം അവനിൽ ചെറുതല്ലാത്തൊരു സങ്കടം ഉണർത്തുന്നുണ്ടെങ്കിലും നിസാം അങ്ങോട്ടും ഒന്നും ചോദിച്ചില്ല. അല്ലെങ്കിലും അവർക്കിടയിൽ സ്നേഹ സംസാരം ഇല്ലല്ലോ. ഉമ്മ അടുത്തു നിന്ന് നീങ്ങിയപ്പോഴാണ് അവന് ബാപ്പയെ തനിച്ചൊന്ന് അടുത്ത് കിട്ടുന്നത്. നിന്നെ തൊട്ട എൻ്റെ മോനെ ഞാൻ വെറുതെ വിടത്തില്ല. എൻ്റെ കാരണവരുടെ മോനല്ലേ എന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാൻ അവനെ വെറുതെ വിട്ടത്. ഇനി അല്പം അവനോട് ദയ കാണിക്കില്ല ഈ ഹംസ. അവൻ്റെ കുടുംബത്തോട് ഞാൻ ചുട്ടരിച്ച് കളയും. ഹംസ ഉള്ളിൽ ആളിക്കത്തുന്ന പകയോടെ പല്ലെറുമ്പി. ബാപ്പയെ കെട്ടിക്കിടക്കുമ്പോൾ അന്ന് ശിബിലയുമായുണ്ടായ ഏറ്റുമുട്ടൽ ഓർത്തുപോയി നിസാം. അന്ന് അവൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് തീരേണ്ടതായിരുന്നു തൻ്റെ ഈ ജീവനും ജീവിതവും. അവൻ അല്പം കരുണ തോന്നിയത് കൊണ്ട് മാത്രമാണ് താൻ ഇന്ന് ജീവനോടെ കിടക്കുന്നതെന്ന് ഓർത്തതും. അതൊന്നും വേണ്ട വാപ്പാ, അവൻ നമ്മൾ കരുതിയ പോലെയല്ല. നമ്മൾ കരുതിയതിനേക്കാൾ ശക്തനാണ് ഷിബി. അവനെ വെല്ലുവിളിച്ച ഒടുക്കം നഷ്ടം നമുക്ക് തന്നെയാവും. നിസാം ബാപ്പയെ പിന്തിരിപ്പിക്കാനായി പറഞ്ഞു. നാണില്ലല്ലോ ഹിമാറ എനിക്ക്. ഓൻ്റെ കയ്യിൽ നിന്ന് പട്ടിയെപ്പോലെ തല്ല് വാങ്ങിച്ച് കൂട്ടിയപ്പോൾ നട്ടലില്ലാത്തവനെ പോലെ പേടിച്ച് ഓനെ പുകയത്താണോ നീ? നിസാം പറയുന്നത് കൂടി കേട്ടപ്പോൾ ഹംസയ്ക്ക് വല്ലാതെങ്ങെ വിറഞ്ഞു കയറി. മക്കളിൽ ഒന്നിനെങ്കിലും കുറച്ച് ബുദ്ധിയുണ്ടെന്നായിരുന്നു എൻ്റെ ധാരണ. ഇതിപ്പോൾ നീയും എൻ്റെ തള്ളൻ്റെ ഗുണം കാണിക്കുവാണല്ലോ. ബാപ്പ, ഞാൻ നിങ്ങൾക്ക് അവനെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവൻ്റെ ദേഹത്തൊരു പോറലേൽപ്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല. നിസാം തീർത്തു പറഞ്ഞു. ഹോ, ഇതിനെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നിൽക്കണ്ട. അവനെ പേടിച്ച് മാളത്തിൽ ഒളിക്കാനേ എന്തായാലും ഈ ഹംസയെ കിട്ടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ക്രൂരത മാത്രം നിറഞ്ഞു നിന്നു. അതൊക്കെ അവിടെ കിടക്കട്ടെ. അല്ല, ആരായി ഷെറിൻ? ബാപ്പയുടെ വായിൽ നിന്ന് പെട്ടെന്ന് വന്നൊരു ചോദ്യത്തിൽ നിസാമൊന്ന് ഞെട്ടി. അവൻ പതർച്ചയോടെ ബാപ്പയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ പേര് കേട്ടതും തൻ്റെ മകൻ്റെ മുഖത്തുണ്ടായ പരിഭ്രമം ഹംസ കൗതുകത്തോടെ നോക്കി. പറ നിസാമേ, ഏതാണ് ഷെറിൻ എന്നാ പെണ്ണ്? നിന്റെ കാമുകിയാണോ? ഹംസയുടെ ശബ്ദമുയർന്നു. തൻ്റെ മുമ്പിലിരിക്കുന്ന ബാപ്പയോട് കാമുകിയെക്കുറിച്ച് എങ്ങനെ പറയുമെന്നൊരു ജാള്യത തോന്നിയെങ്കിലും നിസാം മുഖത്ത് ഗൗരവം എടുത്തടഞ്ഞു. കാമുകിയൊന്നും പറയാൻ പറ്റൂല ബാപ്പ. റസി എന്ന ശവത്തെ എല്ലാവരും എൻ്റെ തലയിൽ കെട്ടിവെച്ചപ്പോൾ ശരിക്കും എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ആ സമയത്ത് എനിക്കൊരു ആശ്വാസം തന്നെയായിരുന്നു ഷെറിൻ. വെറും ഒരു ടൈം പാസ്, അത്രയേ ഉള്ളൂ. അവൻ നിസ്സാരഭാവത്തിൽ പറയുന്നത് നബീസുമ്മയും കേട്ടു. കുറച്ച് മാറിയാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ ആ 2 പേരുടെയും സംസാരത്തിന് കാതോർക്കുന്നുണ്ടായിരുന്നു. റസിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സിലൊരു വിങ്ങലുണ്ടായി, കുറ്റബോധത്തിൻ്റെ വിങ്ങൽ. ഇതുപോലൊരു കാട്ടാളൻ്റെ മുൻപിലേക്ക് പൊളുങ്ക് പ്രതിമ പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം വിട്ടുകൊടുത്തതിൽ തനിക്കും പങ്കുണ്ടല്ലോ എന്നോർത്തു. ആ പിന്നെ അത് വെറും നേരമ്പോക്കല്ല കേട്ടോ. എന്നാലേ കളി കാര്യമായിട്ടുണ്ട്. ആ പെണ്ണ് ഗർഭിണിയാണ്. ബാപ്പയുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെയാണ് നിസാമിൻ്റെ കാതിൽ പതിച്ചത്. വാട്ട്? ആ അവസ്ഥയിലും നിസാമിൻ്റെ ശബ്ദം ഉയർന്നതും അവൻ്റെ നെറ്റിയിലെ മുറിവ് വലിഞ്ഞ് വേദനയുണ്ടാക്കി. പക്ഷെ അപ്പോഴത്തെ നെട്ടലിൽ അവൻ ആ വേദനയൊന്നും അറിഞ്ഞില്ല. ആ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കിടന്ന് കാറണ്ട. ഓളെ ഈ ഫോണിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ നിൻ്റെ ഫോണ് എൻ്റെ കയ്യിലാണല്ലോ. ഭാഗ്യം ആ സമയത്ത് എൻ്റെ ഉമ്മ അടുത്തില്ലാത്തത്. അല്ലെങ്കിൽ ഇതറിയുമ്പോൾ അസത്ത് നിലവിളിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ചിരുന്നു. ഇതിപ്പോൾ നമ്മൾ 2 മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ചെവി അറിയാതെ നമുക്കിത് ഒതുക്കി തീർക്കാം. ഹംസ ശബ്ദം കുറച്ചുകൊണ്ട് പറഞ്ഞ് അവൻ്റെ അടുത്തേക്കിരുന്നു. എങ്ങനെ? നിസാം ചോദിച്ചു. തൽക്കാലത്തേക്ക് ഞാൻ അവളെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി അവൾ നിന്നെ വിളിക്കായിരിക്കും. ആരെന്തൊക്കെ പറഞ്ഞാലും നീ അവളെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാണ് ആ പിഴച്ചവൾ ഫോൺ വെച്ചത്. നിനക്കൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൂടെ കിടന്നവളല്ലേ അവൾ. അവളുമാരുടെയൊക്കെ ഉദ്ദേശം മറ്റേത് തന്നെയായിരിക്കും. ഈ പറയുന്ന ഗർഭം തന്നെ ഉള്ളതാണെന്ന് ആർക്കറിയാം. അവരെ ആവശ്യപ്പെടുന്ന കാശ് കൊടുത്ത് അവളെ നമുക്ക് ഒതുക്കാവുന്നതേയുള്ളൂ. ബാപ്പ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഷെറിൻ റസിയെ പോലെ
പാവമല്ലെന്നും അവൾക്ക് തന്നോടുള്ള ഇഷ്ടം കുറച്ച് കാശ് കിട്ടിയാൽ തീരുന്നതല്ലെന്നും നിസാം ഭീതിയോടെ ഓർത്തു. അത് ബാപ്പാ, അതുകൊണ്ട് കാര്യം ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ഷെറിനെ അത്ര നിസാരമായി കാണണ്ട. അവൾ റസിയെപ്പോലെ അല്ല കേട്ടോ, വാശിക്കാരിയാണ്. അവൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനുള്ള തൻ്റെയുടെ അവൾക്കുണ്ട്. അവളുമായുള്ള റിലേഷൻ അപകടമാണെന്ന് മനസ്സിലാക്കി ഞാൻ പതിയെ അവളെ ഒഴിവാക്കി വിട്ടതായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു പിടിവള്ളിയിൽ പിടിച്ച് അവളെൻ്റെ ലൈഫിലേക്ക് തന്നെ വലിഞ്ഞു കയറി വരാൻ സാധ്യതയുണ്ട്. നിസാമിൻ്റെ വാക്കുകളിൽ ഭയം നേരിച്ചു. അങ്ങനെയാണെങ്കിൽ അവൾ വരട്ടടാ മോനെ. ഓളെ ഓടിക്കാനുള്ള അസൽ പണം എൻ്റെ കയ്യിലുണ്ട്. 2 ദിവസം മുമ്പ് ഞാൻ ബ്രോക്കർ ഖാദറിനെ കണ്ടിരുന്നു. അയാളൊരു വിവാഹാലോചനയുടെ കാര്യം എന്നോട് സൂചിപ്പിച്ചു. അയാളുടെ കയ്യിലുള്ള ഫോട്ടോയും എന്നെ കാണിച്ചു. പെണ്ണിന് സംസാരിക്കുമ്പോൾ ചെറിയൊരു വിക്കുണ്ടെന്ന് വെച്ചാൽ കാണാൻ അതിസുന്ദരിയാ. 4 തലമുറക്ക് കഴിഞ്ഞു കൂടാനുള്ള സ്വത്തുവകകൾക്ക് ഉള്ള ബാപ്പയുടെ ഒറ്റ മോളാ. ഇക്കാര്യം നിന്നോട് പറയാനിരുന്നപ്പോൾ അല്ലേ നിനക്കിട്ട് ആ പുന്നാരമോൻ പണിഞ്ഞത്. അത് പറയുമ്പോൾ ഹംസയുടെ വാക്കുകളിൽ ഷിബിലിയോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി. നിനക്ക് ഇഷ്ടമായാലേ നമുക്കിത് വേഗം അങ്ങോട്ട് നടത്താം. നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് ഈ ആലോചനയുമായി അങ്ങോട്ട് പോവാം, അയാൾ കാര്യഗൗരവത്തോടെ പറഞ്ഞു. എന്നാലും പെണ്ണിന് വിക്കുണ്ടെന്ന് പറയുമ്പോൾ നിസാമിൻ്റെ വാക്കുകൾ ചെറിയൊരു നീരസം കലർന്നു. ഒരു എന്നാലും ഇല്ല. വിക്കുണ്ടെന്നെങ്കിൽ എന്താ? ഇട്ടുമൂടാനുള്ള പൊന്നും പണവും അവരെ സ്ത്രീധനായിട്ട് തരും. ചെറുകുന്നത്തുള്ളവർ തന്നതിൻ്റെ 4 ഇരട്ടി. അത് മാത്രമോ? ഒറ്റ മോളല്ലേ, ബാപ്പാൻ്റെ സ്വത്തിൻ്റെ എല്ലാ അവകാശവും ഓളായിരിക്കും. ഒരു ചെറിയ കുറവ് കണ്ടില്ലെന്ന് നടിച്ചാൽ നിനക്കുണ്ടാവുന്ന നേട്ടം ചെറുതല്ലെന്ന് ഓർമ്മ വേണം നിസാമേ. രാജയോഗമാണ്. വേണ്ടാന്ന് വെക്കും മുമ്പേ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നതാണ് നല്ലത്. ബാപ്പയുടെ വാക്കുകളിൽ നിസാം മയങ്ങിപ്പോയി എന്നതാണ് സത്യം. അവരെ കേട്ടുനിന്ന നബീസുമ്മയുടെ കൽബിൽ വലിയൊരു നടുക്കം തന്നെ ഉണ്ടായി ആ നിമിഷം. പാപമാണ്, കൊടും പാപം. എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് തൻ്റെ ഭർത്താവും മകനും തല്ലിക്കൊഴിക്കുന്നത്. ആ ഉമ്മയ്ക്ക് അതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ നിസാമേ, നിനക്ക് ഈ സൗഭാഗ്യങ്ങളൊന്നും വേണ്ടെന്നാണെങ്കിൽ നിന്റെ കാമുകയും അവൾ വയറ്റിൽ കൊരുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആ കൊച്ചിനെയും കെട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ. ഹംസയുടെ സംസാരത്തിൽ പരിഹാസം നിറഞ്ഞു. വേണ്ട, ഷെറിൻ്റെ കൂടെ ജീവിക്കാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റില്ല. അവളുടെ ശരീരത്തോട് മാത്രമേ എനിക്ക് മോഹം തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അവളെ ഞാൻ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടൊന്നുമില്ല. ബാപ്പ പറഞ്ഞ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ഷിബിലിയും റസിയും ഒന്നിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിവാഹം നടക്കണം. അതെൻ്റെ ഒരു വാശി കൂടിയാണ്. മകൻ്റെ ഭാവമാറ്റത്തിൽ ഹംസയുടെ മനമൊന്ന് കുളിർത്തു. അയാൾ കൗശലത്തോടെ മകനെ നോക്കി. അതിനു മുമ്പ് ഷെറിൻ വന്നാൽ അവളോട് മയത്തിൽ പെരുമാറി അവളെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ നോക്കേണ്ടത് എൻ്റെ കടമയാട്ടോ. ഇത്രയും നാളും അവളെ സ്നേഹിക്കുന്നത് പോലെ നീ അഭിനയിച്ചില്ലേ? ഈ വിവാഹം കഴിയും വരെ ആ അഭിനയം തുടർന്നോ? നിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവളെല്ലാം മറിഞ്ഞാൽ മതി. തീർന്നോ? മകന് ബുദ്ധി ഉപദേശിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവ്. നാണില്ലല്ലോ നിങ്ങൾക്ക്? ബാപ്പയും കൊള്ളാം, മോനും കൊള്ളാം. പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് നബീസുമ്മ അവരുടെ മുൻപിലേക്ക് വന്നു. അവരെല്ലാം കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായ ഹംസ ആദ്യമൊന്ന് വിളറിയെങ്കിലും പിന്നെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. എൻ്റെ അഭിപ്രായം ഇവിടെ ആരും എടുക്കുന്നില്ല, അയാൾ ചൊടിച്ചു. അതെനിക്കറിയാം. ഞാനെന്ത് പറഞ്ഞാലും നിങ്ങളും നിങ്ങളുടെ മോനും ഈ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ചത് കൊണ്ടാണല്ലോ മോനിപ്പോൾ ഈ ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്നത്. നിങ്ങൾ ഈ ആർത്തി കാരണം മകൻ്റെ ജീവിതം കൂടി നശിച്ചു പോവുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതെന്താ? ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ നിസാമിൻ്റെ ആദ്യ വിവാഹം പരാജയപ്പെടുത്തിയിട്ടും നിങ്ങൾ പഠിച്ചില്ലേ മനുഷ്യ? ആ പെൺകുട്ടിയുടെ കണ്ണുനീർ നിങ്ങളുടെ തലക്ക് മുകളിലുണ്ടെന്ന് മറക്കണ്ട. ഇനി അതിന് പുറമെ മറ്റൊരു പെൺകുട്ടിയുടെ ശാപം കൂടി. ഈ പാപക്ക് നിങ്ങളെ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും മനുഷ്യ. നീ ഒന്നും മിണ്ടാതെയടേ. ആൺകുട്ടികളായാലേ അങ്ങനെ പല തെറ്റും ചെയ്തെന്ന് വരും. അതൊക്കെ കണ്ടില്ലെന്ന് നടക്കണം. ആദ്യ വിവാഹം പരാജയപ്പെട്ടത് ആ പിഴച്ച പെണ്ണിൻ്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ്, ഹംസ അലസഭാവത്തിൽ പറഞ്ഞു. പിഴച്ച പെണ്ണ്? അയാൾ റസിയെ വിശേഷിപ്പിച്ചത് കേട്ട് നബീസുമ്മയുടെ ഉള്ളു നൊന്തു. ഇനി നീ എന്തൊക്കെ പ്രശ്നം കാണിച്ചാലും ഞാൻ നിശ്ചയിച്ചതുപോലെ മാത്രമേ നടക്കൂ നബീസു. നിസാമിന് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ വിവാഹം ഞാൻ നടത്തും, ആരൊക്കെ എതിർത്താലും, അയാൾ തീർത്തു പറഞ്ഞു. റസിയ റൂമിലേക്ക് പോകുമ്പോൾ മോളൂട്ടിയും ഷിബിലും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ വെറുതെ അങ്ങോട്ട് നീങ്ങി.
ഷിബിലി ഫോണിൽ ആരോടോ കാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മോളൂട്ടി അവളുടെ പാവക്കുട്ടിയെ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ കുസൃതി കാണിച്ച് അബ്ബയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. മോളൂട്ടിയെ വിളിക്കണമെന്നുണ്ടെങ്കിലും അവളെ വിളിച്ചാൽ ഷിബിക്ക് തന്നോട് ദേഷ്യപ്പെടുമോ എന്ന് ഭയന്നവൾ മോളൂട്ടിയെ വിളിക്കാതെ റൂമിലേക്ക് പോയി. ഭൂമിയെപ്പോലും നോവിക്കാതെ അത്രയും പതിഞ്ഞ കാൽവപ്പോടെ പോകുന്ന പെണ്ണിനെ കൺകോണിലൂടെ കാണുന്നുണ്ടായിരുന്നു ഷിബിലി. അവളെ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലേക്ക് പ്രണയത്തിൻ്റെ പുഞ്ചിരി തുളുമ്പിയെത്തിയിരുന്നു. ആ പിണക്കം പോലും അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. റസിയ ബാത്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി വന്ന് ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചിട്ടു. ഇന്നിന് കിടന്നാലും ഉറക്കം വരില്ല. മനസ്സിൽ വല്ലാത്തൊരു ഭാരം തിങ്ങി നിൽക്കുകയാണ്. ഷിബിക്ക ഇനി തന്നോട് മുമ്പത്തെ പോലെ മിണ്ടില്ലേ? എപ്പോഴും തന്നോട് ദേഷ്യമായിരിക്കുമോ? ആ ഒരുവൻ്റെ പിണക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തോ ഒന്ന് തൊണ്ടയിൽ ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ടെന്ന് തോന്നി അവൾക്ക്. അവൻ ദേഷ്യപ്പെട്ടത് ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. ഷിബിലിയോട് നശ്വയെക്കുറിച്ച് സംസാരിച്ചത് തെറ്റായിപ്പോയി എന്ന് കുറ്റബോധത്തോടെ ഓർത്തുകൊണ്ട് തുറന്നിട്ട ജനാലക്കരികിൽ നിന്നു റസിയ. ജനൽക്കമ്പിയിൽ പിടിച്ച് നിലാവിനോട് മൗനമായി തൻ്റെ സങ്കടം പറഞ്ഞു നിൽക്കുമ്പോഴാണ് ചാരി വെച്ച വാതിൽ ആരോ തുറക്കുന്നതറിഞ്ഞത്. റസിയ തിരിഞ്ഞു നോക്കിയതും കണ്ടു ഉറങ്ങിയ മോളൂട്ടിയെ തോളിലിട്ടുകൊണ്ട് നിൽക്കുന്ന ഷിബിലിയെ. അവനെ കണ്ടതും അവളുടെ ഹൃദയം തുടിച്ചുയർന്നു. തന്നെ വഴക്ക് പറഞ്ഞതിൻ്റെ പരിഭവം കൊണ്ടോ അതോ അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഭയം കൊണ്ടോ റസിയ മുഖം കുനിച്ച് ആ ജനാലക്കരികിൽ തന്നെ നിന്നു. ഷിബിലി കുഞ്ഞിനെ പതിയെ ബെഡിൽ കിടത്തി പുതപ്പടിച്ച് പുതപ്പിച്ചു. ആ കുഞ്ഞു നെറ്റിത്തടത്തിൽ അരുമയായൊരു മുത്തം നൽകിയവൻ ബെഡിൽ നിന്ന് ഉയർന്നു. റസിയോട് ഒരു വാക്ക് പോലും മിണ്ടാതെ തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. തന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ അവനങ്ങ് പോയതും റസിയാക്ക് വല്ലാതെ സങ്കടം വന്നു. തൊണ്ടക്കുഴിയെ നെരിച്ചിരുന്ന വിങ്ങൽ പുറത്തേക്ക് ചാടിയതും അവളൊന്ന് തേങ്ങി. വിതമ്പ് വിറക്കുന്ന ചുണ്ടുകളെ ഉള്ളിലേക്ക് കടിച്ചു പിടിച്ചവൻ അതേസമയം തന്നെയാണ് പാതി തുറന്നു വെച്ച വാതിലിനരികിൽ അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതും അത്രമേൽ ഭംഗിയുള്ളൊരു ചിരിയോടെ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.